സിനിമയുടെ തുടക്ക ഭാഗങ്ങളിൽ ഡാൻസ് പരിപാടിക്കുള്ള പ്രാതിനിധ്യക്കുറവും പ്രാധാന്യക്കുറവും ഒരു പരിധിവരെ പടം സ്വല്പം അണ്ണീവനായിട്ട് നമുക്ക് തോന്നാൻ കാരണമാക്കുന്നുണ്ട്. പല പല സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൺകുട്ടികളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി തന്നെയാണ് ഇതിന്റെ പ്രൈമറി ലെയർ. ഗംഭീരമായ രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് സീക്വൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു വാവ് ഫാക്ടർ സിനിമയ്ക്ക് ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഒരു പരിധിവരെ ഒരു ഓളം ഉണ്ടാക്കുന്ന ഡാൻസ് പെർഫോമൻസ് തുടക്ക ഭാഗങ്ങളിൽ ഇല്ലാത്തത് സിനിമയുടെ ക്ലൈമാക്സിനെ സഹായിക്കുന്നുണ്ട്. ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന ഒരു പെർഫോമൻസ് ഈ ഒരു കാരണം കൊണ്ട് അത്യാവശ്യം ശ്രദ്ധയും കയ്യടിയും നേടുന്നുണ്ട്. പ്രശാന്ത് പിള്ളയുടെ മ്യൂസിക്കിന് ഒരു റെട്രോ വൈബ് ഉണ്ട്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് ഇതിനെ നിലനിർത്തുന്ന രീതിയിലാണ് സിനിമാറ്റോഗ്രാഫി സ്റ്റൈൽ പോകുന്നത്. ഡാൻസ് കൊറിയോഗ്രാഫി ഭാഗത്തേക്ക് വരുമ്പോൾ കട്ടുകളുടെ എണ്ണം കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, സിനിമയുടെ ടൈറ്റിൽ തന്നെ മൂൺ വാക്ക് എന്നാകുമ്പോൾ മികച്ച ഡാൻസ് പെർഫോമൻസുകൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ സിനിമ കാണുക. അപ്പോൾ ഒരുപാട് കട്ടുകൾ ഉപയോഗിച്ച് ഡാൻസിനെ മെച്ചപ്പെടുത്താൻ നോക്കുമ്പോൾ അത് പെർഫോമൻസിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി കുറയ്ക്കുന്നുണ്ട്.